ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഒരു ടെക് വീഡിയോ ആണെന്ന് ഞാൻ ഒരിക്കലും പറയൂല. പക്ഷേ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ലോകത്തുള്ള സ്ട്രേഞ്ചസ്റ്റും വിയർഡസ്റ്റും ആയിട്ടുള്ള 10 റൂളുകൾ. ഒന്നാമത്തത്, നിങ്ങൾ എങ്ങാനും ടൂർ അടിക്കാനായിട്ട് സിംഗപ്പൂർ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചൂയിങ്കം ചവയ്ക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. കാരണം അറിയാണ്ടോ അറിഞ്ഞുകൊണ്ടോ നിങ്ങളൊരു ചൂയിങ്കം ചവച്ചുകൊണ്ടാണ് സിംഗപ്പൂർ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫൈനും കിട്ടാം. 1992 മുതൽ സിംഗപ്പൂർ എന്ന കൺട്രി ചൂയിങ്കം അല്ലെങ്കിൽ ബബിൾ ഗം ബാൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ചൂയിങ്കമോ അല്ലെങ്കിൽ നമ്മുടെ നിക്കോട്ടിൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള കുറെ ഗംസ് ഇല്ലേ, അതൊക്കെ ചവയ്ക്കാം. അല്ലാത്ത പക്ഷം ആരെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനോ നിങ്ങൾക്ക് വലിയൊരു ഫൈൻ തരാനോ ചാൻസ് ഉണ്ട്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഗ്രീസിലുള്ള ഒരു സ്ഥലമാണ് ഏൻഷ്യന്റ് റൂയിൻസ് എന്ന് പറയുന്നത്. ഹിസ്റ്ററിയുടെ ഏറ്റവും വലിയ ഉറവിടം. അവിടെ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളൊരു വുമൺ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഹീൽസ് ഇട്ട് പോകരുത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം വളരെ പഴക്കം ചെന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഹീൽസ് ഇട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഫ്ലോറും അതുപോലെ തന്നെ സ്റ്റോൺസ് എല്ലാം പൊടിഞ്ഞു പോകും എന്നുള്ള കാരണത്താൽ 2009 മുതൽ ഹൈ ഹീൽസ് ഇടുന്നത് ഇല്ലീഗലാണ്. വിനി ദ പൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പണ്ട് എനിക്ക് കിട്ടിയ ഒരു ലഞ്ച് ബോക്സിന്റെ പുറത്തുണ്ടായിരുന്ന ഇമേജ് ആണ് വിനി ദ പൂ എന്ന് പറയുന്നത്. പോളണ്ടിന്റെ അകത്തുള്ള ഒരു ചെറിയൊരു ടൗണിന്റെ അകത്ത് ആക്ച്വലി വിന്നി ദ പൂവിനെ ബാൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ഒരു കാർട്ടൂൺ ക്യാരക്ടറിന്റെ ഫോട്ടോസ് ഒരിടത്തും വരാൻ പാടില്ല, ഈ കാർട്ടൂണും ആരെയും കാണിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ ഒരു ലോ അവരിറക്കി. കാരണം ഭയങ്കര ഫണ്ണാണ്. അവിടെയുള്ള കുട്ടികൾക്ക് ഈ വിന്നി ദ പൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാർട്ടൂൺ ക്യാരക്ടർ വളരെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടാണ് ഇവർ കൺസിഡർ ചെയ്തിട്ടുള്ളത്. കാരണം വേറൊന്നുമല്ല, ആ ഒരു കാർട്ടൂൺ ക്യാരക്ടർ താഴോട്ടൊന്നും ഇട്ടിട്ടില്ല, ടീഷർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതിന് താഴോട്ട് ഇട്ടിട്ടില്ല എന്നുള്ളതാണ് കാരണം. എൻ്റെ പേര് അമൽ ഗോപാൽ എന്നാണ്. ഐ ആം സോ ലക്കി ടു ഹാവ് ദിസ് നെയിം. ബട്ട് ഇപ്പോൾ ഒരു കല്ലെടുത്ത് മേളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 അമലിൻ്റെ തലയിലെങ്കിലും ആ കല്ല് വന്ന് തട്ടിത്തെറിച്ച് പോകും. അത്രത്തോളം അമലുമാരുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് വേറെ വല്ല പേര് വിട്ടിരുന്നെങ്കിലെന്ന്. അതുകൊണ്ട് തന്നെ ഡെൻമാർക്കിലാണ് നിങ്ങൾ ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ പാരൻസിന് അവരുടെ കുട്ടികൾക്ക് പാരൻസിന് തോന്നിയ പേരിടാൻ പറ്റില്ല. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏകദേശം 7000 പേരുകളുണ്ട്. ആ പേരിൻ്റെ അകത്ത് ഏതെങ്കിലും വേണം ചൂസ് ചെയ്യാൻ. ഇൻ കേസ് ആ 7000 ലിസ്റ്റിൻ്റെ അകത്ത് നല്ല നിങ്ങൾക്ക് പേരിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റിനെ അറിയിച്ചതിന് ശേഷം ഗവൺമെന്റിന്റെ അപ്രൂവലോട് കൂടി മാത്രമേ നിങ്ങൾക്ക് പേരിടാൻ പറ്റൂ. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ പാരൻസ് ആ പൂപ്പ പേരൊക്കെ ഇട്ടിട്ട് അവസാനം വിഷമിച്ചിരിക്കേണ്ടയോ അല്ലെങ്കിൽ ഭയങ്കര അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കുക. ഓസ്ട്രേലിയയിൽ വിക്ടോറിയ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചീത്ത വാക്കുകൾ വെറുതെ നിങ്ങൾ സ്വയം വിളിക്കുന്നതായാൽ പോലും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബാൻ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനോ നിങ്ങൾക്ക് ഫൈൻ തരാനോ ചാൻസ് ഉണ്ട്. അത് ആക്ച്വലി അവിടെ ഒരു ലീഗൽ ലോ ആണ്. നമ്മൾ ആരെയും സ്വെയർ ചെയ്യാൻ പാടില്ല, ബാഡ് വേർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, എല്ലായിടത്തും വേണ്ടതാണെന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, നിങ്ങൾക്കൊരു ഷെങ്കൻ വിസ കിട്ടി നിങ്ങൾ ഇറ്റലി വിസിറ്റ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ വെനിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നില്ല. വെനിസ് വിസിറ്റ് ചെയ്യപ്പോൾ അവിടെ ഇഷ്ടം പോലെ പിജിയൻസ് ഉണ്ട്. നമ്മൾ വെനിസിൻ്റെ വീഡിയോസ് കാണുന്ന സമയത്തും അതുപോലെ തന്നെ പല സിനിമാസ് കാണുന്ന സമയത്തും അവിടെ ഇഷ്ടം പോലെ ഈ പ്രാവുകളെ നമുക്ക് കാണാൻ പറ്റും. ഈ പ്രാവുകൾക്ക് ഇച്ചിരി തീറ്റ കൊടുക്കാം എന്നും പറഞ്ഞ് നിങ്ങൾ പോയി തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഇല്ലീഗലാണ്. ആക്ച്വലി ഈ പ്രാവുകളുടെ നമ്പേഴ്സ് അവർ കുറച്ച് പേരാണ്. അതുകൊണ്ട് തന്നെ അതിന് തീറ്റ കൊടുക്കുന്നത് ബാൻഡാണ്. USA മൈറ്റിൽ ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചുണ്ട്. സൗത്ത് കാരോലിനയിലുള്ള ഒരു ബീച്ചാണ്. അവിടെ നിങ്ങൾ പോകുന്ന സമയത്ത് നമ്മളെപ്പോഴും പണ്ടുള്ള സ്റ്റോറീസിലും കാർട്ടൂൺസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, നമുക്ക് ബീച്ചിൽ പോയി കഴിഞ്ഞാൽ സാൻഡ് കാസിൽ ഉണ്ടാക്കാം എന്നുള്ളത്. എന്നാൽ ഈ ബീച്ചിൽ പോയിട്ട് നിങ്ങൾ സാൻഡ് കാസിൽ ഉണ്ടായി കഴിഞ്ഞാൽ ജയിലിൽ കിടക്കാം. കാരണം വേറൊന്നുമല്ല, ആ ഒരു ബീച്ചിൻ്റെ എസ്തെറ്റിക് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാൻഡ് കാസിൽ ഉണ്ടാക്കുന്നത് ബാൻഡാണ്. ഓക്കെ, ലെറ്റ്സ് കം ടു റഷ്യ. ഇവിടെ എന്താ പ്രശ്നം എന്നറിയാമോ? നമുക്ക് റഷ്യയിലുള്ള കുറേ സ്ഥലങ്ങളിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഫേഷ്യൽ ഹെയർ ഗ്രൂം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കേസ് വരും. അതായത് വാല കോല തോന്നിവാസം പോലെ കുറച്ച് നാളുകൾക്ക് മുന്നേ എൻ്റെ കോലം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, മുടിയൊക്കെ വളർത്തി. അതേപോലെ നിങ്ങൾക്ക് നടക്കാൻ പാടില്ല. വൃത്തിയോടുകൂടി മുടിയൊക്കെ വെട്ടി ഷേപ്പ് ചെയ്ത് മീശയൊക്കെ ഷേപ്പ് ചെയ്ത് താടിയൊക്കെ ഷേവ് ചെയ്ത് കറക്റ്റ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. പബ്ലിക് ലൈഫിൽ പേഴ്സണൽ പ്രസൻറ്റേഷന് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്നതായതുകൊണ്ടാണ് ഇവർ ഈ ലോ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ വീണ്ടും യൂറോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ പോയി താമസിക്കുകയാണെന്ന് വെച്ചോ. നിങ്ങളൊരു മീനിനെ വീട്ടിൽ പെറ്റായിട്ട് മേടിച്ചു. പക്ഷേ ഒരു മീനിനെ മാത്രമായിട്ട് മേടിക്കുന്നത് അവിടെ ഇല്ലീഗലാണ്. നിങ്ങൾ മീനെ മേടിച്ച് വളർത്തുന്നുണ്ടെങ്കിൽ മീനിനെ ഒരു കപ്പിളായിട്ട് മാത്രമേ മേടിക്കാൻ പാടുള്ളൂ. കാരണം അവർക്ക് ഡിപ്രഷനൊക്കെ വരും, അവരെ ഒറ്റയ്ക്കിട്ട് ബുദ്ധിമുട്ടിക്കരുതെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, നാച്ചുറൽ ഹാബിറ്റാറ്റിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ലൈറ്റ്, അതുപോലെ തന്നെ വെള്ളത്തിനടിയിൽ പ്ലാന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും സെറ്റ് ചെയ്തിരിക്കണം. അത് അവിടുത്തെ ഒരു ലോ ആണ്. വീണ്ടും നമ്മൾ ഇറ്റലിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇറ്റലിയിൽ റോം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മോസ്റ്റ് ഹിസ്റ്റോറിക്കൽ പ്ലേസ്. അവിടെ പോയിട്ട് സ്പാനിഷ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പോട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഐറ്റിനറിയൊക്കെ നിങ്ങളിപ്പോൾ യൂറോപ്പ് വിസിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐറ്റിനറി എടുത്തു കഴിഞ്ഞാൽ റോം വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണ്. അവിടെ ഒരു വലിയൊരു സ്റ്റെയർ കേസ് കാണാം. ആ സ്റ്റെയർ കേസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് ബാൻഡ് അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്. ആ സ്റ്റെയർ കേസിൽ ഇരിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ യൂറോപ്പിലൊക്കെ വിസിറ്റ് ചെയ്യാണ്, ഈ പല രാജ്യങ്ങളായി ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതല്ല ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഈ പറഞ്ഞ എല്ലാ ലോസും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നതും കൂടി കൊടുത്തോ ഈ വീഡിയോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത് ഒരു ടെക് വീഡിയോ ആയിട്ട് തന്നെ വരാം. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.